ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ ലേശം എംബ്രോയ്ഡറി ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എംബ്രോയ്ഡറി ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഞാൻ 1.5 കൊല്ലത്തിന് മുമ്പോട്ടായി എന്തെങ്കിലും വർക്ക് ചെയ്തിട്ട് ബോക്സിൽ നൂലങ്ങനെ അട്ടിയടിക്ക് വെച്ചേക്കുന്നത്, അല്ലാതെ അത് അനക്കണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അനക്കാന്ന്. എൻ്റെ വീഡിയോയിൽ ബേബി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുള്ളൂ, കാരണം അമ്മച്ചി ഇന്ന് വീട്ടിലുള്ള ദിവസമായതുകൊണ്ട് പുള്ളിക്കാരനെ എൻ്റെ വീഡിയോയിൽ കിട്ടത്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ മാത്രമല്ല, അവനും ഉണ്ടാവും, എന്നാലും ഞാൻ മാത്രമായിരിക്കും കൂടുതലും. അപ്പം നമുക്ക് എംബ്രോയ്ഡറിയുടെ ബാക്കി ഡീറ്റെയിൽസിലോട്ട് പോയാലോ. എൻ്റെ അടുത്ത് ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സ്ഥലത്ത് ഫോണ് കുത്തി വെച്ചേക്കുവാണ്. അതുകൊണ്ടാണ് ഒരു ചെറിയ ചരിവ്, അത് സ്ട്രെയിറ്റ് വെക്കാൻ എനിക്ക് പറ്റില്ല. അപ്പം ഞാനിന്ന് എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ടോപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഒരുവിധം ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ഞാൻ ഈ ടോപ്പ് ഇട്ടിട്ട്. ഇതാണ് കേട്ടോ ടോപ്പ്. ഇത് ഇട്ടിട്ടുള്ളൊരു ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാവേ. ഇത് ഞാൻ കല്യാണത്തിൻ്റെ സമയത്ത് മേടിച്ചതാണ്. എനിക്കങ്ങനെ ഇടാൻ പറ്റിയിട്ടില്ല, 3-4 പ്രാവശ്യം മാത്രമേ ഞാനിത് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇതുപോലത്തെ ടോപ്പ് ഇല്ല, ഞാൻ മേടിക്കൽ കുറവാണ് ഇതുപോലത്തെ ടോപ്പ്. ഞാൻ ഇതുപോലത്തെ ഡ്രസ്സ് അധികം യൂസ് ചെയ്യാറില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പ് എന്ന് പറയാൻ ഇതൊരെണ്ണം മാത്രമേ ഉള്ളൂ. പിന്നെ പറഞ്ഞത് അല്ലാതെ കോട്ട് സെറ്റും വർക്കും ഒക്കെ വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെടുക്കാം, ഇതിൽ വർക്ക് ചെയ്യാമെന്ന്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഡ്രാഗൺ ഫ്ലൈ ആണ്, നമ്മുടെ തുമ്പി, അതാണ്. അപ്പോൾ ഞാൻ അതിനെ ഇതിൽ വർക്ക് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കണേ. ഈ ഒരു താഴെ ഈ ഒരു പോർഷനിലും കാണാൻ പറ്റുന്നുണ്ടോ, ഈ ഒരു പോർഷനിലും അതേപോലെ കഴുത്തിൻ്റെ ഈ ഒരു ഭാഗത്തും. ഇതിൻ്റെ കഴുത്ത് എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പാണ്. ഞാൻ ഫോട്ടോ കൊടുക്കാമെന്ന് പറഞ്ഞില്ല, ഫോട്ടോയിൽ കാണാൻ പറ്റും. ഈ ഒരു ടൈപ്പ് ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന ടൈപ്പാണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈഡിലും അതേപോലെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞ തുമ്പിലുമായിട്ട് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കണേ. അപ്പം നമുക്ക് അതിൻ്റെ ബാക്കി പരിപാടികൾ നോക്കാം. ഞാൻ വൈറ്റ് ഷെയ്ഡാണ് ഉദ്ദേശിക്കണേ. വൈറ്റ് നൂല് വെച്ചിട്ട്, വെള്ള നൂല് വെച്ചിട്ട് ചെയ്യാം. അതേപോലെ ഡ്രാഗൺ ഫ്ലൈയുടെ കണ്ണ് നമുക്ക് മുത്ത് വല്ലതും വെച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ നോക്കണേ. വെള്ള കളറിലെ മുത്ത് എൻ്റെ അടുത്ത് കുറവാണ്, തപ്പി പിടിക്കണം. കിട്ടിയാൽ അത് വെച്ചിട്ട് ചെയ്യാം, എണ്ണത്തിനനുസരിച്ച് കിട്ടിയാൽ മുത്തും കൂടെ വെച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് വെള്ളം കാണാനില്ല, ഒരെണ്ണേ കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, നൂല് വെച്ച് തന്നെ ഫുള്ള് വർക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പടമൊക്കെ വരച്ചിട്ട് കാണിച്ചു തരാവേ. അപ്പം ഞാൻ വരച്ചെടുത്തു. ഒരു 1 2 3 4 ഡ്രാഗൺ ഫ്ലൈ ആണ് കേട്ടോ ഞാൻ വരച്ചെടുത്തത്. പെൻ വെച്ചിട്ടാണ് വരച്ചെടുത്തത്. നമ്മൾ ഗൂഗിളിൽ ഞാൻ ഫോട്ടോ സെർച്ച് ചെയ്ത് അത് കണ്ടിട്ട് വരച്ചെടുത്താണ്. ഇതേപോലെ എൻ്റെ അടുത്ത് വലിയൊരു ഹൂപ്പുണ്ട്. എനിക്ക് 4 സൈസിലുള്ള ഹൂപ്പുണ്ട്. അതിലേറ്റവും വലുതും അതേപോലെ വെള്ള നൂലും എടുത്തിട്ടുണ്ട്. എൻ്റെ സൂചി കാണാനില്ല, അതാണ് ഞാൻ ഈ തപ്പിക്കൊണ്ടിരിക്കണേ. കിട്ടി, അപ്പം അതും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലോട്ട് സെറ്റ് ചെയ്യാമേ. അത് ചെയ്യണതിന് മുന്നേ ഞാൻ ഈ ടോപ്പിന് കട്ടി കുറവായതുകൊണ്ട് ഇതിൻ്റെ അടിയിലൊരു വെള്ള തുണി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കട്ടി കുറഞ്ഞ തുണി സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു തുണി കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ പിന്നി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒരു വെള്ള തുണി അതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് ഹൂപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് നോക്കണേ. ഹൂപ്പിൻ്റെ ആ സംഭവം താഴെ വെച്ചു. അതിൻ്റെ മണ്ടയിൽ ഞാനിങ്ങനെ വിരിച്ചിട്ട് തുണി സെറ്റ് ചെയ്ത് കൊടുക്കുവാണേ. അപ്പം ഞാൻ നൂല് ഓർത്തെടുത്തു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം.
അപ്പോൾ ഇനി ഓരോ ഡ്രാഗൺ ഫ്ലൈയും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓരോന്നോരോന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാവേ. അത്രയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബേബി രാത്രി ഞാൻ ഉറക്കിയിട്ടാണ് ബാക്കി സ്റ്റിച്ച് ചെയ്യണേ. ബേബി ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും 11:45. നമുക്ക് മിണ്ടാതെ പോയിരുന്നു ബാക്കി സ്റ്റിച്ച് ചെയ്യാം. ഞാൻ വീഡിയോ എടുത്തിട്ട് പിന്നെയാണ് കേട്ടോ അതിന് വോയിസ് കൊടുക്കണേ. ഇത്രയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കണ്ണൊക്കെ നല്ല വേദനയായി. സമയം നോക്കിയപ്പോഴത്തേക്ക് 1:45 പോണു. പുറത്ത് കൂരിട്ട് ഞാൻ മാത്രം ഉണർന്നിരിക്കുന്നു. ഇനിയെങ്ങാനും പ്രേതം വന്ന് എന്നെ പിടിച്ചാലോ എന്ന് പേടിച്ചു ഇരിക്കുകയാണ് ഞാൻ. നോക്കിയപ്പോഴത്തേക്കും ബേബിയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടുരുളുന്നു ഇങ്ങോട്ടുരുളുന്നു, അങ്ങോട്ട് വീണ്ടും പോകുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ പിന്നെ ഒച്ച ഉണ്ടാക്കാതെ മിണ്ടാതെ പോയി കിടന്നുറങ്ങിയിട്ട് ബാക്കി നാളെ ചെയ്യാമെന്ന് വിചാരിച്ചേ. ബേബി ഉണർന്ന് കരയണതിന് മുമ്പേ എങ്ങനെയും കിടക്കണം. എൻ്റെ കണ്ണൊക്കെ കഴിച്ച് നീരക്കാവാൻ തുടങ്ങി. അപ്പം ഞാൻ ഇന്നത്തേക്ക് വർക്ക് ഇവിടെ നിർത്തി. ചാച്ചാ, നാളെ ചെയ്യാം. വീണ്ടും ഞാൻ എൻ്റെ ബേബിയെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഉറക്കി കിടത്തിയതിന് ശേഷമാണ് കേട്ടോ വീഡിയോ ചെയ്യണേ. ഉറങ്ങണോണ്ട് എനിക്ക് വോയിസ് വീഡിയോയിൽ നമ്മൾ സംസാരിച്ച് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഉറങ്ങി എഴുന്നേക്കണം വരെ സമയമുണ്ട്. പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് കഴുത്തിൻ്റെ അവിടുത്തെ ഡ്രാഗൺ ഫ്ലൈ വരച്ച് കഴിഞ്ഞിട്ട് ഞാൻ സൗണ്ട് കേൾക്കാനായിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ബേബി ഉണർന്നിരുന്നിട്ട് കളിക്കാനും തുടങ്ങി. അപ്പോൾ അവിടെ നിന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാക്കി സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി. ഗൈസ്, ഞാനത് കംപ്ലീറ്റ് ചെയ്തു, സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ ഓവറോൾ ലുക്ക് നമുക്ക് നോക്കാം. അതിന് മുന്നേ ഇതിൻ്റെ അടിയിൽ ഞാൻ കൊടുത്തേക്കുന്ന വൈറ്റ് കളറിലെ തുണിയുണ്ടല്ലോ, അതിനെയൊക്കെ കുറച്ച് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഫൈനൽ ലുക്ക് കാണിക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് ലാസ്റ്റ് ലുക്ക്. ഞാൻ ഇവിടെ 4 ചെയ്തു. അതേപോലെ മുകൾ പോർഷനിൽ 1 ചെയ്തേ. ഇത് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ലുക്കാണ് കേട്ടോ പറഞ്ഞേ. അപ്പോൾ ഗൈസ്, ഞാൻ വിചാരിച്ച പോലെ തന്നെ ഈ ഡ്രാഗൺ ഫ്ലൈ ഈ സൈഡിൽ വന്നിട്ടുണ്ട്. അതേപോലെ കണ്ടോ, ഇത് മുട്ടിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. എൻ്റെ ബേബി നോക്കി നിൽക്കുവാണ് ഇത് എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ എനിക്ക് സംഭവം ഇഷ്ടമായി. ഇങ്ങനെയാണ് കേട്ടോ പറഞ്ഞത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെയാണ് പറഞ്ഞത്. 1 2 3 4. അപ്പോൾ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ പറഞ്ഞത്. വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ട്. അതേപോലെ ചെസ്റ്റിൻ്റെ ഈ സൈഡിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് പോണേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, സീ യു ഗൈസ്. ബൈ ബൈ പറഞ്ഞേ പൊന്നി. ബൈ ബൈ ഗൈസ്.